സോ പ്രസാദ് ടെലിവിഷൻ മേഖലയിലായതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏത് ആർട്ട് ഫോം ആണെങ്കിലും, ഫിലിം ആണെങ്കിലും സീരിയൽ ആണെങ്കിലും, അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇപ്പോൾ തമാശ പറയുമ്പം ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അല്ലെ അത് എഴുതുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഒക്കെ ഇത് ശ്രദ്ധിക്കാറുണ്ടോ? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെ ബോധപൂർവം ശ്രമിക്കാറില്ല. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുമ്പോൾ സിറ്റുവേഷൻ ബേസ് ചെയ്തൊരു ഹ്യൂമർ വരുമ്പോൾ ആ ഹ്യൂമർ എഴുതുമ്പോൾ നമ്മൾ ആരെയും ചിരിക്കണം എന്നുള്ളത് ഒഴിച്ചാൽ അതിലാരെയും നോവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഇൻറ്റേണലായ ചില കാര്യങ്ങൾ, ഒരാളെ നമ്മൾ കളിയാക്കുമ്പോൾ ആ കളിയാക്കുന്നത് കൊണ്ട് അയാൾക്ക് വേദനിക്കരുത് എന്ന് ചിന്തിക്കാറുണ്ട്. ഓക്കെ, അത് ഏതൊക്കെ ആസ്പെക്റ്റ് ആണ്? ഇപ്പം എനിക്കറിയാം, അത് ഒരാളുടെ കാസ്റ്റിനെ കുറിച്ചാവാം, നിറത്തിനെ കുറിച്ചാകാം, ഒരുപക്ഷെ അയാളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു വൈരൂപ്യത്തെ കളിയാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം. അല്ലാതെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഹ്യൂമർ നമ്മൾ പരമാവധി. ഇത് കുറച്ചുകൂടെ പണ്ടത്തെ സിനിമകളിലാണ് അത് കൂടുതൽ ആൾക്കാർ പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചാൾ മുമ്പ് വന്നതാണ് ബാംബു ബോയ്സിനകത്ത് മറ്റേ ഹരിശേഷോ ചേട്ടനും അവരൊക്കെ ആദിവാസിയായിട്ട് വരുമ്പോൾ അത് ആ സമയത്ത് ഒരു ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള പടമാണ്. ആ സമയത്ത് നമ്മളെല്ലാം കണ്ട് പൊട്ടിച്ചിരിച്ചാണ്. സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഹ്യൂമറായിട്ട് തോന്നുന്നില്ല. ആ കാലത്തെയും ഈ കാലത്തെയും ഒരു വ്യത്യാസമുണ്ട്. ആ കാലത്തെ സിനിമകളിൽ നമ്മൾ എന്തും ആസ്വദിക്കുമായിരുന്നു. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് നമ്മൾ അങ്ങനെ അതിബോധവാന്മാരൊന്നും ആ ഫിലിം കണ്ടപ്പോൾ എനിക്ക് വലിയ ഫണിയായിട്ട് തോന്നി. അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് എനിക്ക് അപ്പൊ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, ഇൻകറക്റ്റ് ആണല്ല. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വേർഡ് തന്നെ ഈ ആർട്ട് ഫോമിലേക്കൊക്കെ വന്നത് ഈ അടുത്ത കാലത്ത്. അതാ ഞാൻ ചോദിച്ചത്. അതെ, പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്കൊരു തമാശ എഴുതാൻ പലപ്പോഴും പേടിയാണ്. പലപ്പോഴും പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പണ്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ അണ്ടർ തന്നെ വരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ ഈവൻ വീട്ടിലോ ഒരു ഇരട്ടപ്പേര് കാണും. അത് വിളിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ബ്ലണ്ടറിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടോ അതൊക്കെ ആയിരിക്കും നമുക്കൊരു പേര് വരുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ കുട്ടികളിൽ ഇപ്പോഴത്തെ ജനറേഷൻ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ഒരാളെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരാൾക്ക് വേദനിക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് കുട്ടികൾ ഒന്ന് പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് എന്ന് പറഞ്ഞ കൂട്ടുകുടുംബങ്ങൾ, കുട്ടികൾ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവും. ഇവർ പരസ്പരം ഇടപഴകി ജീവിച്ചത് കൊണ്ട് അവർക്കിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾ തമ്മിൽ നഗരങ്ങളിലായാലും നാട്ടിലായാലും അടുപ്പമില്ലാതായി. ഈ അടുപ്പമില്ലാതാവുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്കിനെ പോലും സ്നേഹത്തോടെ കാണാൻ ഇവർക്ക് കഴിയാറില്ല. ആ പരസ്പരം ഒരു സ്നേഹമില്ലായ്മയുടെ ചേർന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പം എനിക്കാണെങ്കിലും കോളേജ് സ്കൂളിൽ വീട്ടിൽ ഒരു ഇരട്ടപ്പേരുണ്ട്. അപ്പം ഇപ്പം വീട്ടിലാണെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ എന്നെ ഇത് വെച്ച് കൗണ്ടർ അടിക്കുമെന്ന് ധാരണ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു ചെറിയ കോൺഷ്യസ്നസ് ഉണ്ടാകുന്നു, ഇത് തമാശ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ ഞങ്ങൾ മൂന്ന് പേരാണ് ബ്രദർ സിസ്റ്ററായിട്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ ഒരു ബോണ്ടുണ്ട്. അത് ഭീകരമായിട്ടൊരു ബോണ്ടാണ് അത്. അപ്പോൾ ഇതെല്ലാം തമാശ രൂപയിലാകുമ്പോഴത്തേക്ക് ഇത് ഞാൻ എന്തും ഫേസ് ചെയ്യാൻ, ബാക്കി ഒരാൾ പറയുമ്പോൾ ഒരാൾ ഒരു തർക്കത്തിലാണെങ്കിൽ പോലും എനിക്കെൻ്റെ പോയിന്റ് ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഒരാളോട് സംസാരിക്കാൻ പേടിയാണ്, മുട്ട് വിറയ്ക്കും. പക്ഷെ ഇത് ഫേസ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് പിന്നെ എന്തും ഓക്കെ. നമ്മൾ ഈ കളിയാക്കലുകളിലൂടെ വളർന്നാണല്ലോ ഇത് ഒരാൾ രൂപപ്പെട്ട് വരുന്നത്. എല്ലാവരും അങ്ങനെ കളിയാക്കലുകൾ കൊണ്ട് പഠനം വരെ നിർത്തിയ ആളുകളുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ, അദ്ദേഹം ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂളിനോട് ചേർന്നുള്ള ഒരു ചായക്കടയിൽ ഈ സ്കൂളിൽ ചെല്ലുന്ന കുറച്ച് നേരത്തെ ചെല്ലുമ്പോൾ ദോശ ഇട്ട് കൊടുക്കുക, ചായ ഇട്ട് കൊടുക്കുക. ഇത് എന്നിട്ട് സ്കൂൾ ടൈം ആകുമ്പോൾ സ്കൂളിലേക്ക് കയറി പോകുക. തിരിച്ച് വൈകിട്ട് വന്ന് കുഞ്ഞപ്പിച്ചായ എന്നാണ് ആ ചായക്കടക്കാരൻ്റെ പേര്. അപ്പോൾ കുഞ്ഞപ്പിച്ചായൻ്റെ കടയിൽ ഈ ചായ എല്ലാം ഒഴിച്ചു കൊടുക്കും, ഇങ്ങനെ കയറി. അപ്പോൾ ഈ പുള്ളിക്ക് വൈകുന്നേരം അവിടെ ഈ ബോണ്ട ചുട്ടു കൊടുക്കുന്ന ഒരു ജോലിയുണ്ട്. വന്ന് നമ്മുടെ ഉണ്ടംപുരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പുള്ളി ഒരു ദിവസം ബോണ്ട എന്നൊക്കെ പറയുമ്പോൾ വേറെ സാധനം. ആ ഇതിൻ്റെ കോൺസെപ്റ്റും മാറി, ഇൻഗ്രീഡിയൻറ്റും മാറി. അപ്പോൾ പുള്ളി ബോണ്ട ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് മുണ്ടിന് തീ പിടിച്ചു. ഈ മുണ്ടിന് തീ പിടിച്ച് ആ മുണ്ട് മുഴുവൻ കത്തിപ്പോയി. ഇത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം കുട്ടികളാരോ പറഞ്ഞു, സതീശൻ എൻ്റെ മുണ്ട് നില കത്തിപ്പോയി, സതീശൻ അവിടെ മുണ്ടില്ലാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ സതീശൻ എന്ന് പറയുന്ന ആൾ പിന്നീട് സ്കൂളിൽ പോയിട്ടില്ല. പിറ്റേ ദിവസം ഒരു 3 ദിവസം സ്കൂളിൽ പോയി. പിന്നീട് ആ 3 ദിവസം തൊട്ട് ഈ കളിയാക്കല് കൊണ്ട് ഇവൻ സ്കൂളിൽ പോയിട്ടില്ല. പുള്ളി പിന്നെ കൃഷിയിലേക്ക് തിരിഞ്ഞു, പിന്നെ വെറ്റിലെ കൃഷി, അങ്ങനെ പല കൃഷികൾ. ആ മനുഷ്യൻ എങ്ങനെ പോയി? ഒരാളുടെ പഠനം അതോടുകൂടി അവസാനിച്ചു. ഒരുപാട് പേർക്ക് ആ ഒരു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളിയാക്കല് കൊണ്ട് തല്ലുണ്ടായ കഥകളുണ്ട്. ഒരു സൈക്കിള് 4 കഷ്ണമായിട്ട് ചിതറിപ്പോയിട്ടുണ്ട്. കളിയാക്കലുണ്ട്. 2 പേരിൽ നിന്ന് വെറുതെ കളിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വെറുതെ ഒരുത്തിനെ കളിയാക്കിയതാണ്. ഇതുപോലെ അവൻ്റെ മുഖത്തെ ഒരു മുറിവിനെക്കുറിച്ച്, ആ മുറിവ് വലുതായപ്പോൾ ഇതിനെക്കുറിച്ച് എന്തോ പറഞ്ഞ് കളിയാക്കിയതാണ്. അടിയുണ്ടായി അവസാനം ഒരു സൈക്കിൾ 4 ആയിട്ട് ഓടിച്ച് 4 കഷ്ണമായിട്ട് കളഞ്ഞു.
ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. See, കളിയാക്കൽ ഇതിന്റെ പുതിയ രൂപങ്ങളാണ് പലപ്പോഴും ഇക്കാലത്ത് ഉണ്ടാകുന്ന വലിയ വലിയ സംഘർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ബുള്ളിങ് എന്നൊക്കെ പറയുന്ന അങ്ങനെ കളിയാക്കൽ എന്ന് പറയുമ്പം ആക്ച്വലി 2 ഫാക്ടറാണ് വരുന്നത്. ഒന്ന് പ്രൈമറി ഫാക്ടറും ഒന്ന് സെക്കൻഡറി ഫാക്ടറും. പ്രൈമറി എന്ന് പറയുന്നത് നമ്മളിൽ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ കളറായിരിക്കാം, ഒന്ന് കാസ്റ്റ് ആയിരിക്കാം, റിലിജൻ മാറാം, റേസ് ആയിരിക്കാം, നമ്മൾ ഏത് രാജ്യത്ത് ജനിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രൈമറി ഫാക്ടേഴ്സ്. അതിനെ കളിയാക്കിയാലാണ് നമ്മൾ ഒരുപാട് വേദനിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡറി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലാംഗ്വേജ്, നമ്മൾ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ഉപയോഗിച്ച ലാംഗ്വേജ്, അതൊക്കെ അതിനെ കളിയാക്കുകയാണെങ്കിൽ അത് മാറ്റാവുന്ന കാര്യമാണ്, പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. അതിനെ കളിയാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര വേദന വരില്ല. അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ പണ്ടത്തെ കാലത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു കാലത്തിലേക്ക് മാറി വരുമ്പോൾ ഉള്ള ഒരു കാര്യം, പണ്ട് ഈ അഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അപ്പുറത്തെയും ഇപ്പുറത്തെയും ആളുകൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ ഒരു വഴക്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ സംഘർഷങ്ങളിലൊന്നും ഈ അഭിമാനമോ ഇതൊരു ചെറിയ വഴക്ക്, അത് കുറച്ച് കഴിയുമ്പോൾ ഇവർ ഒന്നിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വീണ്ടും ആളുകൾ ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നു, അപ്പുറത്തുനിന്ന് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ചിലപ്പോൾ 4 തേങ്ങ കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതായി. ഇപ്പോൾ ഒരാളുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനം പറഞ്ഞാൽ ഇത് അഭിമാനം ദുരഭിമാനമായിട്ട് കുറച്ച് കൂടുതൽ വളർന്നു വരുന്ന ഒരു ശ്രീനിവാസൻ ആക്ടർ, റൈറ്റർ, അദ്ദേഹം എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ട്രേറ്റ്സിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ തന്നെ ഒരു നർമ്മത്തോടു കൂടി അത് മനോഹരമായി ഉപയോഗിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അപ്പൊ അത് ഉദാഹരണത്തിന് മറവത്തൂർക്കനം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ സ്വന്തം വൈരൂപ്യത്തെയും സ്വന്തം പിന്നെ കറുപ്പിനെയും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഭയങ്കര രസകരമാണ്. ഇത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമുണ്ട്. പിന്നെ എല്ലായിടത്തും ഞാൻ ഈ പറഞ്ഞ പോലെ പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്തതിന്റെയും സ്നേഹമില്ലായ്മയുടെയും ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട്. ഐ ഹാവ് ടു ഡിസഗ്രി. അതിൽ ഞാൻ ഡിസഗ്രി ചെയ്യുന്നു. ഇപ്പോൾ സ്നേഹമില്ല, ബന്ധങ്ങളില്ല, അങ്ങനെയല്ല. അവനവനോട് മാത്രം സ്നേഹമുള്ള ഒരു പ്രതലത്തിലേക്ക് നമ്മൾ ചുരുങ്ങി പോകുന്ന ഒരു പ്രശ്നം. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾക്ക് ഏൽക്കുന്ന കാര്യം നമുക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ശരിയല്ല എന്ന് പറയാം, അതൊക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാളത് ഏത് സന്ദർഭത്തിൽ പറഞ്ഞു, ഏത് ആസ്പെക്റ്റിൽ പറഞ്ഞു എന്ന് ചിന്തിക്കാം. അതെങ്ങനെ ഏത് സന്ദർഭത്തിൽ പറഞ്ഞാലും എന്നെ സംസാരിക്കണ്ട. മനസ്സിലായില്ലേ? ഇപ്പം സിനിമയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അയാൾ ഉണ്ടാക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളെ കഥയാണ്. ഒരു കലാരൂപം എപ്പോഴും അങ്ങനെ ഫിക്ഷനാണ്. അപ്പം ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ഒരു കോമഡി വർക്കൗട്ട് ചെയ്യണം. ആ കോമഡി കൊണ്ട് ഇയാൾ ഹേർട്ടാവണം. ഈ ഹേർട്ടായിട്ട് ഒരു വെഞ്ചൻസ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും കഥ. അപ്പം ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് രാം ഗോപാൽ വർമ്മയുടെ ഒരു പടത്തിൽ സെൻസർ ബോർഡ് ഭീകരമായിട്ട് കട്ട് ചെയ്ത് സിഗരറ്റ് വലിക്കുന്ന സീൻസ് കൂടുതലുള്ളത് പറഞ്ഞു. അദ്ദേഹം അടുത്ത പടം ചെയ്തത് നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞൊരു പടമാണ്. അത് ഫുൾ സിഗരറ്റ് വലിയ, പക്ഷേ കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സിഗരറ്റ് വലിയുടെ ദൂഷ്യഫലത്തെക്കുറിച്ച് ആ പടം പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്. ആ കഥയ്ക്ക് ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഈ പണ്ടത്തെ സിനിമകളിൽ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സിനിമകളിൽ, മലയാള സിനിമകളിലും ലിപ് ലോക്ക് സീനുകളൊക്കെ കൂടുന്നു. അപ്പോൾ അത് സൊസൈറ്റി മാറുന്നതനുസരിച്ച് ആ കഥാപാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ വരുന്ന തമാശകൾ ചിലപ്പോൾ അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന തമാശകളായിരിക്കും. ഇൻസൾട്ടേഷനുകളാണ് മനുഷ്യനെ ഒരുപക്ഷെ വിജയിപ്പിക്കുന്നത്. രജനീകാന്ത് സാർ പറഞ്ഞൊരു കഥയുണ്ട്. ഒരു അവാർഡ് നൈറ്റിൽ പുള്ളി ഒരു ആദ്യത്തെ പടം കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പടം അഭിനയിക്കാൻ AVM സ്റ്റുഡിയോയുടെ ഏതോ ഒരു ഫ്ലോറിൽ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ കറുപ്പിനെ പുച്ഛിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആ ഫ്ലോറിൽ നിന്ന് ഇറക്കി വിട്ടു. വണ്ടി കൊടുത്തില്ല ഇറക്കി വിട്ടു. അവിടെ തന്നെ ഈ പടത്തിൽ നിന്നേ മാറ്റി. അതേ ഫ്ലോറിലേക്ക് അതേ ഓണറുടെ അതേ വണ്ടിയില് 555 സിഗരറ്റ് വലിച്ചുകൊണ്ട് രജനീകാന്ത് തിരിച്ചു വന്നിറങ്ങിയ ഒരു സീൻ കാലങ്ങൾക്ക് ശേഷം പുള്ളി അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് അത് പറഞ്ഞത്. നമ്മളുടെ ഹ്യൂമർ നോക്കുകയാണെങ്കിൽ ക്ലാസ് ആയിട്ട് ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ജഗതിയുടെ ഹ്യൂമർ, ഇന്നസെന്റിന്റെ ഹ്യൂമർ. പക്ഷെ അതിനകത്തൊന്നും ആരെയും ഇൻസൾട്ട് ചെയ്യുന്നില്ല. ആ സമയത്ത് പണ്ടത്തെ കാലത്തിൽ നമ്മുടെ ഇന്ദ്രൻ സേട്ടനെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അതിന് അദ്ദേഹത്തിന്റെ ശരീരത്തെ കോമഡിയാക്കി കാണിച്ചുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം ഇന്നിവിടെ പോസിറ്റീവായിട്ട് എടുത്തു. അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലാതെ അദ്ദേഹത്തിന് എന്താ പറയുന്നത് അതുകൊണ്ട് ഇതായി എന്നല്ല. പക്ഷെ അന്നും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ സറ്റാറിക്കലായിട്ട് ഉപയോഗിച്ച പടമാണ് സന്ദേശം. ഭയങ്കര സറ്റാറിക്കലായിട്ട് ഉപയോഗിച്ച സാധനമാണ്. അതിനകത്ത് പോളണ്ടിനെ കുറിച്ച് പറയുന്നത് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ചിരിക്കുന്നു. അല്ല, പോളണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അല്ലല്ലോ പറയുന്നത്. അത് ഹ്യൂമർ, ഒരാളുടെ ഉള്ളിലെ രാഷ്ട്രീയ ബോധത്തെ കുത്തി ആണ് പറയുന്നത്. ഡിഫറെന്റ് തിങ്. ഒരാളുടെ കളറിനെ പറയുന്നതും ഒരാളുടെ ശരീരത്തിനെ പറയുന്നതും പോലെ അല്ലല്ലോ രാഷ്ട്രീയ. ഭയങ്കര രസകരമായിട്ട് അതിനകത്ത് ഉപയോഗിക്കപ്പെട്ടു, സറ്ററിക്കലായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്.
സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം ആളുകളെ വളരെയധികം സ്വാധീനിക്കുകയും ആ ആളുകളുടെ ചിന്തകളെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ്. കുട്ടികളിലേക്ക് വളരെയധികം ഒക്കെ പെട്ടെന്ന് അവർ സ്വാധീനിക്കും. അപ്പോൾ ഇത്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, കളിയാക്കലുകൾ എന്നൊക്കെ പറഞ്ഞ സാധനം ചിലപ്പോൾ ഇവരെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും ഒരു ബാധ്യതയായിട്ടോ അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇത് നോക്കണമല്ലോ എന്നൊരു അല്ല, സിനിമയിൽ അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. ബിക്കോസ് ചിലപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത അർത്ഥങ്ങളായിരിക്കും ഇവർ വ്യാഖ്യാനിച്ചുണ്ടാക്കുക. ഇപ്പോൾ എഴുത്തുകാരൻ വിചാരിക്കുന്ന അവനൊരു ആസ്പെക്റ്റിൽ അവനൊരു കോമഡി എഴുതുമ്പോൾ, ഒരു സീൻ വർക്ക് ചെയ്യുമ്പോൾ ആ സീനകത്ത് വേണ്ട എലമെന്റ്സ് ആർട്ടിസ്റ്റ് അല്ലാതെ ആരെയും കളിയാക്കുന്ന ഒരു ചിന്ത പോലും ചിലപ്പോൾ അവന് മനസ്സിലാവില്ല. എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ബയസും ആ മനുഷ്യന്റെ കളിയാക്കലും വളർന്നു വരുന്നതും ഒക്കെ അയാൾക്ക് ആ സീനിൽ എന്ത് ആവശ്യമുണ്ടോ അതിനകത്ത് അതാണ് വരുന്നത്. പക്ഷെ ചിലപ്പോൾ ഇതിനകത്ത് പല വ്യാഖ്യാനങ്ങളായിരിക്കും മറ്റു പലരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ദ്രൻസിനെ കൊടക്കമ്പിന്ന് വിളിക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ആ ഫിലിമുകളിൽ. ജസ്റ്റ് ആ കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഞാൻ പറയുന്നത് പല കോമഡികളും ഇന്നും ക്ലാസിക് ആയിട്ട് നിർത്തുന്ന കോമഡി നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ ഡയലോഗ്സ് ഉണ്ട്. അതിലൊന്നും ആരും വേദനിപ്പിക്കലില്ല. ഇറ്റ് വാസ് ക്ലാസ് സിറ്റുവേഷൻ കോമഡി. അപ്പം കോമഡി എന്ന് പറയുന്നത് ഒരാളെ കളിയാക്കി ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ വ്യക്തിപരമായി കളിയാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു സിറ്റുവേഷനെ, ഒരു സോഷ്യൽ ആയ ഒരു സംഭവത്തെ ഒക്കെ കളിയാക്കാം. നമുക്ക് ഒരാളെ കളിയാക്കിയാൽ പോലും അത് അയാളെ വേദനിപ്പിക്കുന്നതാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ധ്യാന്റെ കാര്യം, ധ്യാൻ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ധ്യാൻ ശ്രീനിവാസൻ എല്ലാ ഇന്റർവ്യൂകളും വൈറലാണ്. അദ്ദേഹം അതിനൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ ചിലർ പറയുന്നുണ്ട് അദ്ദേഹം കണ്ടോ അത് അദ്ദേഹത്തിന്റെ അച്ഛനെയും അദ്ദേഹത്തിന്റെ ചേട്ടനെയും കളിയാക്കിയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ആ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ല, അത് അയാളുടെ അച്ഛനെയും അമ്മയും കുറിച്ച് അയാൾക്ക് പറയാം എന്നുള്ളത് കൊണ്ട് മറ്റാരും അതിനകത്ത് പബ്ലിക് പൊതുവേദിയിൽ പറയുന്നത് പരാതി പറയേണ്ടത് അയാളുടെ അച്ഛനും അമ്മയാണല്ലോ. അപ്പോൾ അത് പ്രോബ്ലം ഇല്ലേ? ഞാൻ സത്യമായിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂസ് മറ്റേ ഫിലിമിൻ്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ ബേസിലും ധ്യാനും കൂടെ എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. പക്ഷേ ആളുകളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഇന്റർവ്യൂസ്, വളരെ വൈറലായിരുന്നു. ഒരുപാട് ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂ. ലാസ്റ്റ് ഇപ്പോൾ ഒരു സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലേ? ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് ആവശ്യമുണ്ട്. ബിക്കോസ് ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ നമുക്ക് സിറ്റുവേഷണൽ കോമഡീസ് ഇഷ്ടംപോലെ വേണം. ഇഷ്ടംപോലെ ഉണ്ട് ആക്ച്വലി. നമുക്ക് ആ സിറ്റുവേഷണൽ കോമഡീസ് നമ്മൾ ഇതുവരെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് കുറച്ചുകൂടെ എക്സ്പോഷറൊക്കെ കൂട്ടി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കത് കിട്ടും. ഒരാളെ നോവിച്ച് നമ്മൾ കോമഡി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ഐ ഡോണ്ട് തിങ്ക് ഈ ജനറേഷൻ അത് ടോളറേറ്റ് ചെയ്യില്ല. പക്ഷെ ചോര വരരുത്. അപ്പോൾ സാധാരണയാണെങ്കിലും ഇനിയുള്ള എഴുത്തുകളിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ആലോചിച്ച് ഒരു ഹ്യൂമർ ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം ഇതുപോലെ വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ തമാശ പറയുമ്പോൾ എനിക്ക് 2 വട്ടം ചിന്തിക്കേണ്ടി. ഒരാളുടെ കളറിനെ കുറിച്ച് ചിലപ്പോൾ അതൊരു നിർദോഷമായ തമാശയായിരിക്കാം. അത് നമുക്ക് ചെയ്യാൻ പേടിയപ്പോൾ അത് നിർദോഷമല്ല അതാണ് പറയുന്നത്. ചിലപ്പോൾ അത് അയാളെ മനഃപൂർവ്വം നോവിക്കണമെന്ന് കരുതി അതുമായി കമ്പയർ ചെയ്ത് ചിലപ്പോൾ വേറൊരു സാധനമായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ അതിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ ശീലിച്ച കാര്യം വേറൊരാൾക്ക് നോവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ശീലിച്ചത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലാത്തത് കൊണ്ടാണ് അത് നമുക്ക് അത് നോവിക്കോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നത്. അത് നോവാണ് ഒരാൾക്ക്. എഴുതുമ്പോൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അല്ലാത്ത ഹ്യൂമർ ഉണ്ടായിരുന്നല്ലോ. അത് വളരെ ഹിറ്റായിട്ടുള്ള ഹ്യൂമറുമായിരുന്നു. ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഹ്യൂമറാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.